ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാഷ്ട്രീയ കേരളം ഒന്നായെത്തി. നാലാഴ്ചയോളം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടമായി മാറിയ നിലമ്പൂർ വിധി എഴുതിക്കഴിഞ്ഞു. ഇടത് സ്വതന്ത്രനായ MLA രാജി പ്രഖ്യാപിക്കുന്നത് മുതൽ തുടങ്ങിയ വിവാദ തിരമാല തെരഞ്ഞെടുപ്പ് തലേന്ന് വരെ വീശിയടിക്കുകയായിരുന്നു. ആയുസ് അധികമില്ലാതിരുന്ന വിവാദങ്ങൾ ചാലിയാറിന്റെ തീരത്തുള്ളവരെ ബാധിച്ചിട്ടുണ്ടോ? വോട്ടിംഗ് മെഷീനുകളിൽ പതിഞ്ഞത് നേതാക്കളുടെ വാക്പോരിന്റെ ബാക്കിയോ? ജനം മനസ്സിൽ വച്ചത് സ്ഥാനാർത്ഥികളെയോ വിവാദങ്ങളെയോ? നിലമ്പൂരുകാർ മഴ നനഞ്ഞത് ഹൃദയത്തിലുള്ള ചിഹ്നത്തിൽ മഷി പുരട്ടാണ്. ഇനി കാത്തിരിപ്പിന്റെ, ആകാംക്ഷയുടെ, ഉദ്വേഗത്തിന്റെ 3 നാളുകളാണ്. ആരാകും നിലമ്പൂരിന്റെ നായകൻ? കണക്കുകൂട്ടലിൽ ആരെന്നാണ് ചോദ്യം. സച്ചിൽ, CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. സരൺകുമാർ, ലീഗ് പ്രതിനിധി PK നവാസ്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനാണ് BJP പ്രതിനിധി. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് സഹീദ് റൂമിയും ഉണ്ട്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് K. സരൺകുമാർ, ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നിലവിലെ പോളിംഗ് ശതമാനം അനുസരിച്ച് 72% കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായ കണക്കുകൾ വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 76% കടക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരികയും ചെയ്യുന്നു. ഏതായാലും 76%-ൽ താഴേക്ക് വല്ലാതെ പോകാനും സാധ്യതയില്ല. എന്താണ് നിങ്ങളുടെ അവസാന മണിക്കൂറിലെ ഇപ്പോൾ ഈ പോളിംഗ് കഴിഞ്ഞ ശേഷമുള്ള കണക്കുകൂട്ടൽ? പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള യഥാർത്ഥ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ഓരോ ബൂത്തുകളിൽ നിന്നും 230ഓളം ബൂത്തുകളുണ്ടല്ലോ, ആ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ കൃത്യമായിട്ട് വന്ന് അത് അവലോകനം ചെയ്താലാണ് നമുക്ക് അന്തിമമായിട്ടുള്ള ഒരു വിശകലനം കിട്ടുകയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ട്, അത് പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയ വിഷയങ്ങൾ, അതിൻ്റെ ഓരോ ചർച്ചയിലും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഓരോ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാക്കിയതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അന്തിമമായിട്ടുള്ളൊരു കണക്ക് ഓരോ ബൂത്തുകളിൽ നിന്ന് വരുന്നത് ശേഖരിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വിശകലനം കഴിഞ്ഞതിന് ശേഷം പാർട്ടി നേതൃത്വം തന്നെ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്തിമ കണക്ക് പുറത്തുവിടും. ഞങ്ങളെല്ലാം വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. നേതാക്കൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയ നേതാക്കൾ, അത് UDFന്റെ നേതാക്കളൊക്കെ പറയുന്നത്, ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കും എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വോട്ട് കണക്ക്, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്ന് LDFൽ നിന്ന് പ്രതികരിച്ച് കണ്ടില്ല. ഒരു ആത്മവിശ്വാസക്കുറവായി അതിനെ വിലയിരുത്തുന്നവരുണ്ട്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല 2 ദിവസം മുമ്പ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള സാധ്യത പോലും അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ കേരളത്തിന്റെ ചുമതലയുള്ളവരോട് പോയി ചോദിക്കുക എന്ന് പറയുകയാണ് ചെയ്തത്. അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ, താങ്കളടക്കം അവിടെ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിനുണ്ടായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു സാധ്യത പറയൂ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയാം, അദ്ദേഹത്തിന് സ്വപ്നം കാണുമ്പോൾ നല്ല രൂപത്തിൽ തന്നെ സ്വപ്നം കാണാലോ, സ്വപ്നം കണ്ടോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു. പരമാവധി ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യിച്ചു. അത് ഓരോ ബൂത്തിൽ നിന്നുള്ള കണക്ക്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പരിശോധന ബൂത്ത് അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ LDF വോട്ടെത്ര, UDF വോട്ടെത്ര, BJP വോട്ടെത്ര, ചാഞ്ചാടി നിൽക്കുന്ന വോട്ടെത്ര, ശ്രമിച്ചാൽ കിട്ടുന്ന വോട്ടെത്ര എന്ന രൂപത്തിൽ കൃത്യമായിട്ട് കണക്കെടുത്തിട്ടാണ് ഞങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഓരോ ആഴ്ചയും വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. അന്തിമ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നിശ്ചയിച്ച ഓരോ വോട്ടർമാരെയും കേന്ദ്രീകരിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി ചെയ്ത വോട്ടിന്റെ കണക്ക് കൂടി വന്നാലാണ് ഞങ്ങൾക്ക് അന്തിമമായിട്ട് ഞങ്ങളുടെ ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയാൻ കഴിയും. ഇപ്പൊ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ സ്വരാജ് വൻ വിജയം നേടും. ഇപ്പൊ തന്നെ താങ്കളടക്കം കണ്ടു കാണും, വിദേശത്തുനിന്ന് അടക്കമുള്ളവർ സ്വരാജിന് ഒരു വോട്ട് ചെയ്യാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ഒരു വോട്ട് ചെയ്യാൻ രാവിലെ ഫ്ലൈറ്റ് പിടിച്ച് വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിതാവ് മരിച്ചിട്ട് 5 ദിവസം പോലും ആയില്ല. ആ മണ്ഡലത്തിൽ നിന്ന് വളരെ ദൂരെയാണ്, തറവാട്ട് വീട്ടിലാണ് പിതാവ് മരണപ്പെട്ടത്. ആ മരണ വീട്ടിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാൻ വന്ന് കാത്തു നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ആ മണ്ഡലത്തിന്റെ ഒരു ആവേശമായിട്ട്
ഞങ്ങളുടെ സ്ഥാനാർത്ഥി മാറി. സ്വരാജ് ജയിക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ തന്നെ ആവശ്യമാണ്, മലയാളികളുടെ ആവശ്യമാണ്. നിയമസഭയിൽ സ്വരാജിന്റെ ശബ്ദം മുഴങ്ങേണ്ടത് ഈ നാടിന് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എല്ലാ വോട്ടർമാർക്കും, അത് രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലീഗിന്റെ തന്നെ നേതാക്കന്മാർ സ്വരാജിനെ കുറിച്ച് ഈ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ പറഞ്ഞ വാചകങ്ങളെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെയുണ്ട്. സഖാവ് പി ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം വായനയുള്ള സൗമ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല, അദ്ദേഹം ജയിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ പല നേതാക്കന്മാർ എതിർ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിലൊരു വലിയ വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നന്നായി തന്നെ ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രകടന പത്രികയെ തുടർന്നുള്ള ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു മാസം മുമ്പ് ജനങ്ങൾക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ വികസനം എത്താത്തതുണ്ടോ, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച തരത്തിലല്ലേ, കുറവുകളുണ്ടോ, എന്തൊക്കെയാണ് നേട്ടങ്ങൾ, അത്തരത്തിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ചയാണ് കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ കോർണർ യോഗങ്ങളിലും എല്ലാം നടന്നത്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ സ്വരാജ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് 23-ാം തീയതി എത്തും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കും ഭൂരിപക്ഷവും എല്ലാം ഞങ്ങളുടെ കണക്കുകൾ, ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളെ കോർഡിനേറ്റ് ചെയ്ത്, ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടിംഗ് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്, അന്തിമമായിട്ടുള്ള കണക്ക് കോർഡിനേറ്റ് ചെയ്ത് പറയും. ശരി, പി കെ നവാസ്, ഇപ്പോൾ നമ്മൾ ഈ ബൂത്തുകളുടെ കാര്യം നോക്കുമ്പോൾ ഒരിടത്തും നീണ്ട ക്യൂ എവിടെയും കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ബൂത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ വന്ന് വോട്ട് ചെയ്തു പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വലിയ നീണ്ട നിര നോക്കി വോട്ടർമാരുടെ ആവേശം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലമ്പൂരിൽ ഇത്തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം മോശമെന്ന് പറയാൻ പറ്റില്ല. 5 മണി വരെ 70%, 6 മണി വരെ വരുമ്പോൾ അത് 72% കടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം കടക്കുമോ? ഇപ്പോൾ നല്ല പോളിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇപ്പോഴും നേരത്തെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറഞ്ഞ പോലെ 15,000, 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം എന്ന രൂപത്തിലേക്കൊക്കെ പറയാനായോ? നിങ്ങളുടെ കൂട്ടലും കിഴിക്കലും ഒക്കെ കഴിഞ്ഞോ? അല്ല, കൂട്ടലും കിഴിക്കലും ഒക്കെ ഇന്ന് രാത്രിയോട് കൂടിയാണല്ലോ പൂർത്തീകരിക്കപ്പെടുക. അതിനുശേഷം ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റി ചുമതലയുള്ള നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് അത് പറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ സവിശേഷമായൊരു കാര്യമുണ്ട്. ഈ സർക്കാരിനെതിരെയുള്ള സർക്കാർ വിരുദ്ധ സമീപനങ്ങളെ പരിപൂർണമായും എല്ലാ വീടുകൾ കയറിയും ചർച്ച ചെയ്യാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലേ ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി 2 അഭിപ്രായങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇന്ന് വരെയുള്ള സമയങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ രാഷ്ട്രീയം വളരെ കൃത്യമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനുകൾ വളരെ കൃത്യമായി നടത്താൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പോളിംഗിന് മുൻപേ തന്നെ 15,000 വോട്ടിന് മുകളിലേക്ക് ഞങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിച്ചത്. അത്രമേൽ അടിത്തട്ടിൽ അത്രമേൽ ജനവികാരം ഇളകി നിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന് പ്രതിനിധി അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചു അത് ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ് എന്ന്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തുകളിലും നേരിട്ട് വന്ന് ഇലക്ഷൻ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിട്ട് ഇത് എൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്നൊരു വാചകം മുഖ്യമന്ത്രി പറഞ്ഞതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സ്മൃതി എവിടെയും കണ്ടെങ്കിൽ അത് പറയണം. ആത്മവിശ്വാസത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ നേതാവ്, ആ ഭരിക്കുന്ന കക്ഷിയുടെ നേതാവായി മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ശ്രീ പിണറായി വിജയൻ ഈ ക്യാമ്പയിനിൽ 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും പിന്നെ ഇലക്ഷൻ കൺവെൻഷനും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇത്രയും സമ്മേളനങ്ങളിൽ സംസാരിച്ചിട്ട് ഒരിടത്ത് പോലും ഇതാ എൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലാതെ പോയതും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അടിത്തട്ടിലെ ജനവിരുദ്ധത അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മാത്രമല്ല സ്മൃതി, എല്ലാ തിരഞ്ഞെടുപ്പുകളും കേരളീയ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു പാഠപുസ്തകമാണ്. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഒരു പാഠപുസ്തകം എന്ന രീതിയിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ പരമ്പരാഗതമായി ഇടതുപക്ഷം ചെയ്തു വരുന്ന വർഗീയതയെ ഉപയോഗപ്പെടുത്തലും ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. കാഫിൻ സ്ക്രീൻഷോട്ട് വടകരയിൽ കണ്ടതുപോലെ, നീലപ്പെട്ടി വിവാദം പാലക്കാട് കണ്ടതുപോലെ, ജോർജ് ജോസഫിൻ്റെ വീഡിയോ വിവാദം തൃക്കാക്കരയിൽ കണ്ടതുപോലെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളുടെ പേരിലുള്ള ചിത്രങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ ഉപയോഗിച്ച പോലെ ഇവിടെയും നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു. നോക്കൂ നിങ്ങൾ, PDP എന്ന് പറയുന്ന പാർട്ടി പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പാർട്ടിയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഗോവിന്ദമാഷ് പറയുമ്പോൾ അപ്പുറത്ത് വിജയരാഘവൻ പറയാണ് PDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടോ, അങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, ഒരു സംഘടന ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തൊരു വോട്ട് വാങ്ങുകയും മറുഭാഗത്ത് ഞങ്ങൾ അതിനോട് വിയോജിപ്പാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. RSSൻ്റെ വോട്ട് അസാധാരണമായ രൂപത്തിലേക്ക് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് ഞങ്ങൾ കൂടെ ചേർന്നിരുന്നു MV ഗോവിന്ദമാഷ് പറയുക. അപ്പുറത്ത് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുവിധം അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കുക. ഹിന്ദു സഭയുമായി തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വിജയരാഘവൻ നേരിട്ട് ചർച്ച നടത്തുക. എന്നിട്ട് സ്വരാജ് പറയാം, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ടും വേണ്ട എന്ന്. അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ വോട്ട് 2019 വരെ
ഈ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്ഥിരമായി വാങ്ങുക, അത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ വർഗീയവാദികളാണ് എന്ന ക്യാമ്പയിൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്കറിയാലോ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് കാർഡിനകത്ത് പറയുക ഞങ്ങൾ ഇതൊക്കെ തീർത്തിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പരിഹരിച്ചതാണ്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറയുക. എന്നാൽ അവിടെ ഇലക്ഷൻ സമയത്ത് ആന വിഷയവും പുലി വിഷയവും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ഞങ്ങളുടെ വിഷയമൊന്നും അത് കേന്ദ്രത്തിൻ്റെ വിഷയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുക. അനന്തു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ കുടുങ്ങി പന്നിയിറച്ചി വിൽപ്പനക്കാരൻ്റെ കെണിയിൽ കുടുങ്ങി മരണപ്പെട്ടു പോകുമ്പോൾ അത് ഗൂഢാലോചനയാണ് എന്ന് മന്ത്രി തന്നെ നേരിട്ട് പറയുക. അത് കോൺഗ്രസ്സുകാരനാണെന്ന് വെറുതെ പറഞ്ഞു പോവുക, അതിനൊരു തെളിവും ഉണ്ടാവുന്നില്ല, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഏറ്റവും അവസാനം ഇന്ന് ശ്രീ വി വി പ്രകാശിൻ്റെ കുടുംബം അവർ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയും മുൻ MLA കെ ലതിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുക. വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന വസ്ത്രം കറുത്ത വസ്ത്രമാകുമ്പോൾ അവർ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. പത്രക്കാരെ കണ്ട് അവർ പറയുന്നു ഞങ്ങൾ കോൺഗ്രസ് കുടുംബമാണ്, ഞങ്ങളുടെ വോട്ട് UDF എന്ന് പറയുമ്പോൾ ആ വിഷയം കൈയൊഴിയുക എന്ന് വെച്ചാൽ നിരന്തരമായി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമീപനം. അതിന് വർഗീയതയോട് താരതമ്യപ്പെട്ടാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയോട് ചർച്ച നടത്തിയാലും കുഴപ്പമില്ല, RSSനോട് ചേർന്നില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും ഇല്ലാത്ത ഒരു പ്രചരണമാണ് CPM നടത്തിയത് ഈ തിരഞ്ഞെടുപ്പിൽ എന്ന കാര്യം നമുക്കൊക്കെ ബോധ്യമുണ്ട്. നമുക്കറിയാലോ ഒരു പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ബേജാറിലാണല്ലോ TP ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കി കൊന്നത്. അങ്ങനത്തെ ഒരു കൂട്ടർ നിയമസഭ ജയിക്കാൻ ഇതിലും വലിയ കാര്യങ്ങൾ പറയും. നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തിരുന്നത് പിണറായി വിജയൻ ആയിരുന്നില്ലല്ലോ, വെള്ളാപ്പള്ളി നടേശനിലെ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തിരഞ്ഞെടുപ്പ് വോട്ടുകൾ പെട്ടിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പുകളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മലയാളി കൃത്യമായ പഠനം നടത്തണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കോൺഫിഡൻറ്റ് 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന് മുൻപേയുള്ള തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധമായ എല്ലാ നയങ്ങളെയും ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞു, ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. 2 ദിവസം കഴിഞ്ഞ് നമുക്കത് കൃത്യമായി ബോധ്യം. ശരി അരുൺകുമാർ, അതിനൊരു മറുപടി പറയണം, അതിനുശേഷം ബാക്കി അതിലേക്ക് പോകാം. വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യില്ല, ദൈവത്തിനു മുന്നിൽ പൊട്ടിക്കരയാൻ കൊട്ടിയൂരിൽ എന്നൊരു പോസ്റ്റ് കെ ലതിക ഇടുന്നു. ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കാര്യത്തിലും കെ ലതിക നേരത്തെ വലിയ വിമർശനത്തിന് ഇരയായ ആളാണ്. ഇപ്പോൾ വീണ്ടും ആ രൂപത്തിൽ തങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇടുക, അതൊരു അപമാനിക്കുന്ന രൂപത്തിലിടുക, പൊട്ടിക്കരയാൻ വേണ്ടി കൊട്ടിയൂരിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അപമാനത്തിൻ്റെ സ്വഭാവമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ശ്രദ്ധയിൽ അത്തരം പോസ്റ്റ് കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ UDFന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇതൊരു പാഠപുസ്തകമായിട്ട് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥി എവിടെ OLXൽ പരിശോധിക്കുക, അതിനുശേഷം മത്സരിക്കാൻ വന്ന ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുക, അത്തരത്തിൽ വെല്ലുവിളിച്ച് എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് വലിയ ആശങ്ക പരത്തുക, ഇതൊക്കെ ഒരു പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറ്റണം. പിന്നെ പിണറായിസം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് തുടങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഈ പിണറായിസം എന്ന മുദ്രാവാക്യം ഒഴിവാക്കി പോയത്. ഒരിക്കലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം, അതാണ് പിണറായിസമെങ്കിൽ ഈ നാട്ടിൽ പിണറായിസം ഉണ്ട് എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ആ മുദ്രാവാക്യം ഒഴിവാക്കി പോയി. അതേപോലെ തന്നെ 5.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തതും 4 ലക്ഷം പേർക്ക് ലൈഫ് ചോദിച്ചത് കെ ലതികയുമായി ബന്ധപ്പെട്ട പോസ്റ്റിനുള്ള ചോദ്യം മാത്രമായിരുന്നു. വി വി പ്രകാശ് കെ ലതികയുടെ സ്ക്രീൻഷോട്ട് ഞാൻ സ്മൃതി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, ഒന്ന് കാണിച്ചു കൊടുക്കാതെ. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ശരിയായ രീതിയാണോ? അത് ശരിയായ രീതിയാണോ? എനിക്ക് വളരെ സ്നേഹമുള്ള കക്ഷി അല്ല. അല്ല സ്മൃതി, ഒരു കാര്യം, എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എപ്പോൾ ഉത്തരം പറഞ്ഞാലും ഈ PK നവാസ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തൊക്കെയാണ്, അദ്ദേഹം വളരെ മോശമായി ആ ചർച്ചയുടെ ഓരോ വാചകം വരുമ്പോഴും ഇടപെടുകയാണ്. എനിക്ക് ഇടപെടാൻ അറിയില്ലാഞ്ഞിട്ടല്ല, ഇത് കേൾക്കാൻ കുറച്ച് ആളുകളുണ്ട്, കേൾക്കണമല്ലോ വാചകം. ഒരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നത്, അതിന്റെ മറുപടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ ഊഴത്തിലേക്ക് പോകണം. നവാസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനിരിക്കണ ആളല്ലല്ലോ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള എന്റെ പാർട്ടിയുടെ നിലപാട് അരുൺകുമാർ, നവാസ് എന്ന വ്യക്തിയെ വിടൂ. എന്റെ ശ്രദ്ധയിൽപ്പെടാൻ അങ്ങോട്ട് അയച്ചുന്നേ, എടുത്തു നോക്കൂ, ഞാൻ അയച്ചിട്ടുണ്ട്.
അല്ല അങ്ങേക്ക് അത് ഞാൻ നോക്കാം. നോക്കിയിട്ട് പറയാം. ശരി, അങ്ങേക്ക് അല്ല, നോക്കാനുള്ള ഞാനത് സമയം നോക്കാം. തരുന്നു. എന്റെ അങ്ങേക്ക് ശ്രദ്ധയിൽ നോക്കാനുള്ള പെടാത്ത സമയം കാര്യത്തിന് പറയാൻ ഞാൻ ആളല്ല. ശരി, അങ്ങേക്ക് അത് ഞാൻ നോക്കാൻ നോക്കിയിട്ട് പറയാം. ശരി, അങ്ങേക്ക് അല്ലാതെ നോക്കാൻ സമയം ഞാൻ തരുന്നു. പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രത്യേക ഇടപെടൽ അല്ലല്ല, ഒന്നുമല്ല. അരുൺകുമാറിന്റെ ഊഴം കഴിഞ്ഞു, നവാസിന്റെ ഊഴം കഴിഞ്ഞു. നവാസ് ചോദ്യം ചോദിച്ചു, ആ ചോദ്യം അങ്ങേക്ക് തന്നു. അതിന്റെ മറുപടി താങ്കൾക്ക് സമയമെടുത്ത് തന്നാൽ മതി. സമയമെടുത്ത് തന്നാൽ മതി. വേണ്ടാതെ എനിക്ക് ഊഴം വേണ്ട. എല്ലാവരുടെയും ഊഴം പോലെ തന്നാ മതി. ഇടയ്ക്ക് ഊഴം തന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്ന ആ രീതി വേണ്ടെന്നാണ് എവിടെ ഇടപെട്ടു? ആദ്യം എത്ര നേരം പറഞ്ഞു? ഞാൻ എന്തെങ്കിലും പറഞ്ഞു? തന്നാ മതി. ഒരു നിർബന്ധമില്ല. അല്ല, ഈ ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളും അടക്കം അല്ല, എന്തിനാ ബഹളം വെക്കുന്നത്? മാന്യമായിട്ടല്ലേ പറയുന്നത്. ഞാനൊരു വാചകം തുടങ്ങിയപ്പോഴേക്കും പി കെ നവാസിന് ഒരു പ്രത്യേക അസുഖം തുടങ്ങിയല്ലോ. സ്ഥിരമായിട്ട് ആ അസുഖം ഉണ്ടെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് കേൾക്കാനിരിക്കുന്ന ആളുകൾക്കെങ്കിലും കേൾക്കാനുള്ള ഒരു രീതി ഉണ്ടല്ലോ, അവരെ അനുവദിക്കണമല്ലോ, അത്രേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാനൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അത് സൗമ്യമായിട്ട് ചർച്ച പോകണം. ഉടക്കാനാണെങ്കിൽ ഉടക്കാം, അത്രേ ഉള്ളൂ. ഉടക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. ഒരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിച്ചത്. അങ്ങേക്ക് അത് അറിയില്ല, വ്യക്തതയില്ല എന്ന് പറഞ്ഞു. അത് വ്യക്തത ഉണ്ടാക്കാനുള്ള സമയം അങ്ങേക്ക് തരുന്നു. അഡ്വക്കേറ്റ് സഹീദ് റൂമിയിലേക്ക് പോകുന്നു, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി. അഡ്വക്കേറ്റ് സഹീദ് റൂമി, 75,000 വോട്ടുകൾ പിടിക്കും എന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പി വി അൻവറിന് അവസാന നിമിഷവും ആത്മവിശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ ജയം എന്ന് പറയുമ്പോൾ എത്ര വോട്ടിന്റെ ജയം എന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാനാകുമോ? മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ പി വി അൻവർ നടത്തുന്ന പ്രതികരണങ്ങൾ, ആര്യടൻ ഷൗക്കത്തുമായി ആലിംഗനം പറ്റില്ല, അവിടെ സ്വരാജും ഷൗക്കത്തും ആലിംഗനം ചെയ്തപ്പോൾ അതേപോലെ പി വി അൻവറിന്റെ അടുത്തേക്ക് എത്തിയ ആര്യടൻ ഷൗക്കത്തിനെ തടയുന്നുണ്ട് അൻവർ. അദ്ദേഹം അത് ധൃതരാഷ്ട്ര ആലിംഗനമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പരസ്പരം നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിനിടയിൽ നിലക്കുന്ന കാര്യമാണോ? അതോ അദ്ദേഹം പറഞ്ഞതുപോലെ പച്ചയായ മനുഷ്യനാണ്, അഭിനയിക്കാൻ അറിയില്ല എന്നതാണോ? ഈ 75,000 എന്ന് പറയുന്നതിന് കുറച്ച് നീളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 75,000 ഞങ്ങൾ പിടിക്കും, ഒരു സംശയം വേണ്ട. അതിൽ പിന്നെ എന്താ പറയുക, ഞങ്ങൾ 75,000 എവിടെ നിന്ന് പിടിക്കുമെന്ന ചോദ്യത്തിന് അതിന് നിലമ്പൂരിലെ ജനങ്ങൾ മറുപടി പറയും. എവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് എത്ര വ്യക്തതയില്ല എന്നാണോ? എത്ര വോട്ടിന് ജയിക്കുമെന്ന് ഇപ്പം അത് പറയാൻ കഴിയും? ഇല്ല, അത് നമുക്ക് പറയാം. ഞങ്ങളിപ്പോൾ ഇത് കാൽക്കുലേറ്റ്, ഇതിൻ്റെ ഒരു ടാബുലേഷനൊക്കെ കഴിയട്ടെ, എന്നിട്ട് പറയാം ഞങ്ങൾ എത്ര വോട്ടിന് ജയിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഇടയിൽ പറഞ്ഞു അൻവർ രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല, കെട്ടിപ്പിടിച്ചില്ല എന്നൊരു സംശയം വേണ്ട. അൻവർ എന്താ പറയുക, പച്ചയായ ഒരു മനുഷ്യനാണ്. ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ഒരു 8 വർഷമായി അൻവറിനോട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിനും അൻവറും ഇവിടെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്ന് പുറത്ത് വന്ന് പല്ലിളിച്ച് കാണിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന രീതി ഏത് സ്വഭാവമായാലും ഏത് മനുഷ്യനായാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ആലിംഗനം തന്നെയാണ്, ഒരു സംശയം വേണ്ട. അദ്ദേഹം ആ പറഞ്ഞത് വലിയ തോതിൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കാപട്യത്തെക്കുറിച്ചാണ് ആ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് ജയിക്കും, ഞങ്ങൾ ഉയർത്തിയ ഒരു വാദം പി വി അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. വി വി പ്രകാശിന്റെ ഭാര്യയും മകളും എവിടെ? കൊട്ടിയൂരിലാണല്ലോ. അത് CPM ഏറ്റെടുത്തു എന്നുള്ള വേറെ കാര്യം. എവിടെ? അവർ വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയായിരുന്നു അൻവർ. അതെങ്ങനെയാണ് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം അങ്ങനെ പറയുക? കാരണം പി വി അൻവർ നേരത്തെ അവരെ പോയി കണ്ട ശേഷം അവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഘട്ടത്തിലും ഒരു മിനിറ്റ് അവർ നടത്തിയ പ്രതികരണം പറയട്ടെ പി വി അൻവർ അവിടെ പോയി അവരെ കണ്ട ശേഷവും അതിനുശേഷമാണല്ലോ ഈ സ്മിത മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അന്ന് തന്നെ പറഞ്ഞു പാർട്ടി പതാക പതച്ചിട്ടാണ് ഭർത്താവ് പോയത്, UDF-നൊപ്പം നിൽക്കും, വേറെ എവിടേക്കും പോകുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാൻ വേണ്ടി രാവിലെ മുതൽ അത് പറഞ്ഞു വെക്കുന്നു. അതേസമയം അവർ വന്ന് വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് അനാവശ്യമായ ഒരു കാര്യം അതിനിടയ്ക്ക് പറഞ്ഞു വെക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? സ്മൃതി, ഈ വിഷയം എങ്ങനെ അനാവശ്യമാകുന്നത് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പം ഈ പ്രകാശുമായി ബന്ധപ്പെട്ട് ഒന്ന് ആലോചിക്കൂ. പ്രകാശ് ഇപ്പം ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും കേരളത്തിലെ എല്ലാ മക്ബറയിലും ഇപ്പം അദ്ദേഹം പോയി കഴിഞ്ഞു, ആര്യാടൻ ഷൗക്കത്ത്. ഈ ഉള്ള ആൾ നിലമ്പൂരിലുള്ള എന്തുകൊണ്ടാണ് പ്രകാശിൻ്റെ വീട്ടിൽ പോയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞില്ലേ, ചിരിക്കപ്പുറത്തേക്കുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ റിയൽ പൊളിറ്റിക്സ് അതാണ്. മരിച്ചുപോയ പ്രകാശിനോട് പോലും അയാളുടെ പ്രതികാരം തീരുന്നില്ല എന്നുള്ളത് അത് ജനം ചർച്ച ചെയ്യട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അൻവർ അങ്ങനെ ഒരു ചർച്ച. അവരെവിടെ? അവരെ കൊട്ടിയൂരിന്ന് ഇവിടെ എത്തിച്ചത് UDF-ൻ്റെ അവരനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. ആർക്കതിൽ സംശയമുള്ളത്? ആ വിഷയത്തിൽ അൻവർ അനാവശ്യമായി ചർച്ച ചെയ്തു എന്നല്ല, അത് ചർച്ച ചെയ്യണം. ഞങ്ങൾ അൻവറിനറിയാം, പ്രകാശിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അൻവറിനറിയില്ലേ? അല്ലെങ്കിൽ അവിടെ അവർ നാളെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആയി ഇല്ല എന്ന് അവർ പറയില്ല, അല്ലെങ്കിൽ അവർ CPM ആയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം, അൻവറിനും അറിയുന്ന
പറയുന്ന കാര്യമല്ലേ. പക്ഷേ അതിലൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? ഇവിടെ നമ്മൾ നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇവിടെ വാദം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ UDF-നകത്തൊരു നിലപാട് ഞങ്ങൾ പറഞ്ഞപ്പോൾ, അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതൊക്കെയായിരുന്നു. ആ കാരണം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തവണ പോലും പ്രകാശിൻ്റെ വീട്ടിലേക്ക് സ്വരാജ് പോയി, അൻവർ പോയി, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പോയില്ല? ഈ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? ആ ചോദ്യം എന്തായാലും പ്രശ്നമുള്ളത്, അത് അനാവശ്യ വിവാദം എങ്ങനെയാവുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരി, അതിന് നവാസ് മറുപടി പറയട്ടെ. അത് ശരിയാണ്, സ്ഥാനാർത്ഥി പോയിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? അങ്ങനെ ഒരു ഉറപ്പിച്ചുള്ള പ്രതികരണം നടത്തുന്നു, പിന്നീട് കുറച്ച് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യണമെന്ന് അതെ, ജനം വിലയിരുത്തും. താങ്കൾ പറയുന്ന കാര്യം ശരിയാണ്. VV പ്രകാശും ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ അതൊക്കെ മറന്നുകൊണ്ട് അവർ ഒന്നാകുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അതാണ് പറഞ്ഞത്. ഈ ഒന്നാകുന്നു എന്ന് ആര് പറഞ്ഞു? ഒന്നാകുന്നു എന്ന് ആര് പറഞ്ഞു? ഞാൻ ഒന്നായാൽ ഒരു മിനിമം എല്ലാ വീട്ടിലും കയറിയ ആര്യാടൻ ഷൗക്കത്ത് ഒരു മിനിമം ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏതെല്ലാം വീട്ടിൽ പോയിട്ടുണ്ടാവും? ആ കൂട്ടത്തിൽ പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയങ്ങൾ, നേരത്തെ പറഞ്ഞ കെട്ടിപ്പിടിക്കലിൻ്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ആർക്കും, ഭക്ഷണം കഴിക്കണ ചോറ് കഴിക്കണ ആർക്കും മനസ്സിലാവൂലേ? അതുതന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അൻവർ അത് പറഞ്ഞത്. ഒരു സംശയം വേണ്ട ഇതിൽ. ശരി, അപ്പോൾ അൻവർ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ടോ? ഒരു സംശയമില്ല. ഭൂരിപക്ഷം ഇപ്പോൾ പറയാൻ പറ്റൂലല്ലോ. കാരണം ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ ചേർന്ന് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം. ഒന്ന് പറയാം, സർപ്രൈസിംഗ് ആയിട്ട് വഴിക്കടവും മരുതയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അട്ടിമറികളുണ്ടാവും. വഴിക്കടവും മരുതയുമൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, പിണറായി സത്തിനെതിരെയുള്ള പ്രതിഷേധം അത് ജനം പ്രകടിപ്പിക്കുമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി സത്തിനെതിരെയുള്ള വോട്ടെടുപ്പാണോ നടന്നിരിക്കുന്നതോ അതോ ഈ നേരത്തെ VD സതീശനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹിറ്റ്ലറിസം? എന്താ സംശയം? പിണറായി ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കണ്ട റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കും. ഞങ്ങളവിടെ ഊന്നി പറഞ്ഞത് പിണറായിസാണ്. രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിൽ കൃത്യമായി പറഞ്ഞത്. ഒന്ന്, പോലീസിലെ സംഘപരിവാർവൽക്കരണം. അതിപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഗോവിന്ദൻ മാഷ് RSSൻ്റെ ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ മലയാളം ചോറുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. എന്താ, ഇവിടെ ഹിന്ദുവായ അപ്പർ ക്ലാസ് ഹിന്ദുവായ ഒരു സ്ഥാനാർത്ഥിയാണുള്ളത്, വോട്ട് ചെയ്തോളി എന്നാണ് ആ പറഞ്ഞതിൻ്റെ മലയാളം. അല്ലാതെ അത് അബദ്ധത്തിൽ സംഭവിച്ചതൊന്നുമല്ല. അപ്പോൾ അതാണ് ഞങ്ങൾ അൻവർ ഒരു വർഷം മുമ്പ് പറഞ്ഞത്. പഴയ CPM അല്ല ഈ CPM, ഇത് സംഘ് പരിവാറിൻ്റെ അമ്മീൻ്റെ അടിയിലാണ് ഇതിൻ്റെ വാല് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിൻ്റെ സ്ഥിരീകരണമാണ് ഇന്നലെ മാഷ് ചെയ്തത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിൻ്റെ അടിവേറിറക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ശരി, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന AP അനിൽകുമാറിന്റെ പ്രതികരണം ഒന്ന് കാണാം. ജനാധിപത്യത്തിന്റെ വിജയമുണ്ടായിരിക്കുന്നുവെന്നും UDF-ന് ആദ്യ സമയത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടിയെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നിരുന്നത്. 23-ാം തീയതി അത് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം പറയണം. പ്രതികരണം ഒന്ന് കണ്ട ശേഷം ചർച്ച തുടരാം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു വലിയ പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമാകും എന്നുള്ളതുകൂടി ഞങ്ങൾ കരുതുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ അത് വളരെയധികം വർദ്ധിച്ചു. ശരി, ശ്രീപത്മനാഭൻ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള UDF-ന്റെ പ്രതികരണമായിട്ട് വേണം ഇതിനെ കാണാൻ. BJP-ക്ക് ഈ ഘട്ടത്തിൽ, വോട്ടെടുപ്പ് അവസാനിച്ച ഘട്ടത്തിൽ പറയാനുള്ളത് എന്താണ്? വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിലമ്പൂരിൻ്റെ യഥാർത്ഥ വികസന വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും LDF-നും അവർ വിചാരിച്ച വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ വികാരം അവിടെ ഉണ്ടാവും. കാരണം നിലമ്പൂരിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, നിലമ്പൂരിലെ യാത്രാ മേഖലയിൽ, അതായത് ട്രാൻസ്പോർട്ട് മേഖലയിൽ റോഡ് വികസനത്തിൻ്റെ വിഷയങ്ങൾ, നിലമ്പൂരിൽ സർക്കാർ കോളേജിൻ്റെ അവസ്ഥ, നിലമ്പൂരിലെ പട്ടികജാതി കോളനികളുടെ അവസ്ഥ, നിലമ്പൂരിലെ പട്ടികവർഗ കോളനികളുടെ അവസ്ഥ, ചാലിയാർ പുഴ കടക്കാൻ ഇപ്പോഴും മുളകെട്ടിയ ചങ്ങാട ഉപയോഗിച്ച് ഇന്നും വോട്ട് ചെയ്യാൻ വരെ വന്നത് അങ്ങനെയാണ്. ഇതൊക്കെയാണ് നിലമ്പൂർ വിഷയമാകുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, BJP അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വികസനമാണ് വിഷയമെങ്കിൽ BJPക്ക് മാത്രമേ അവിടെ 4 കാര്യം പറയാനുള്ളൂ.
കാരണം ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചു. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത ഇരട്ടിപ്പിച്ചു. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽ അതിൻ്റെ സർവേ പൂർത്തീകരിച്ചു. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്, പണി തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ 16,000-ലധികം ആളുകൾക്ക് നിലമ്പൂർ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നുണ്ട്. 18,000 കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് യോജനയും ഗരീബ് കല്യാൺ അന്ന യോജനയും ലഭിക്കുന്നുണ്ട്. ഇപ്പം നിലമ്പൂരിൽ കഴിഞ്ഞ കുറേ വർഷമായി അല്ലെങ്കിൽ 60 വർഷമായി മാറി മാറി ഭരിച്ചവർ, അവർ നിലമ്പൂരിൽ ഒരു നല്ല ആശുപത്രി പോലും, ഒരു നല്ല സർക്കാർ ആശുപത്രി പോലും കൊണ്ടുവരാൻ സാധിക്കാത്തവരാണ്. ഈ വിഷയങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതെങ്കിൽ യാതൊരു സംശയവുമില്ല BJP വലിയ മുന്നേറ്റം നടത്തും. ജയിച്ചാൽ 7 മാസം കൊണ്ട് 3 വലിയ പദ്ധതികൾ നടപ്പാക്കുമെന്നൊക്കെയാണ് വാഗ്ദാനം. അതെ, അത് ഞങ്ങളെ വാഗ്ദാനം പാലിക്കുന്ന വാഗ്ദാനമാണല്ലോ. BJP ഒരു വാഗ്ദാനം കൊടുത്താൽ അത് പാലിക്കുമല്ലോ. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയൊക്കെ കാലങ്ങളായി കേന്ദ്രത്തിന് മുന്നിൽ വെക്കുന്ന കാര്യങ്ങളാണ്. അത് BJP MLA ജയിപ്പിച്ചാൽ മാത്രം വരുന്ന ഒരു പദ്ധതിയായിട്ടാണോ അത് പ്രഖ്യാപിക്കേണ്ടത്? അതിൻ്റെ സർവേ കഴിഞ്ഞു. 55 വർഷം ഇന്ത്യ കോൺഗ്രസ്സുകാർ ഭരിച്ചു. പക്ഷേ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈനിൻ്റെ സർവേ ഇപ്പോഴാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത റെയിൽവേ ബഡ്ജറ്റിൽ അലോട്ട്മെന്റ് 3-ാം മോഡി സർക്കാരിൻ്റെ കാലം. ഞങ്ങൾ 11 വർഷമായി ഞങ്ങൾ കൊണ്ടുവന്നില്ലേ, ഞങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത. ഞാൻ ചോദിക്കട്ടെ, ശബരി റെയിൽപാത അങ്കമാലിയിൽ നിന്ന് കാലടി വരെ നിർമ്മിച്ചത് രാജഗോപാൽ റെയിൽവേ വകുപ്പ് മന്ത്രിയായപ്പോഴാണല്ലോ. അതിൻ്റെ അങ്ങോട്ട് നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചില്ലേ? 10 വർഷം ഭരിച്ച UDF സർക്കാർ UPA സർക്കാരിന് സാധിച്ചില്ലല്ലോ. ഇപ്പോൾ റെയിൽവേ നയം മാറ്റി 50-50 ഷെയറിങ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സാങ്കേതിക തടസ്സത്തിൽ പെട്ടുപോയത്. ഇപ്പോൾ അതും പരിഹരിച്ച് ശബരി റെയിൽപാത ആവാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. ശരി, വന്യജീവി ആക്രമണമൊന്നും 45 കൊല്ലം മുന്നേ വന്യജീവി ആക്രമണമൊന്നും വിഷയമാകില്ല. അത് വിഷയമാകില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം ബാധിക്കുന്നല്ലോ. അത് 972 നിയമത്തിൽ കേരളത്തിലെ വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് അധികാരമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം നിലനിൽക്കുകയല്ലേ വയനാട്ടിൽ മാരി പാണ്ഡ്യൻ എന്ന് പറയുന്ന കലക്ടർ ആനയെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? അന്ന് 72 നിയമമായിരുന്നല്ലോ. 72 നിയമം 72 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നതല്ലേ. ആ നിയമം നിലനിൽക്കുകയല്ലേ വയനാട്ടിൽ ഒരു ജില്ലാ കലക്ടർ IAS ഉദ്യോഗസ്ഥൻ ആനയെ കാട്ടിൽ ആന നാട്ടിലിറങ്ങിയാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായാൽ വെടിവെക്കാൻ ഉത്തരവിട്ടല്ലോ 986-87 മറ്റോ. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴും സർവീസിലുണ്ടെന്നാണ്. അപ്പോൾ 2600 പന്നികളെ കേരളത്തിൽ വെടിവെച്ച് കൊന്നില്ലേ? അപ്പോൾ അത് ഏത് നിയമപ്രകാരം? അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമാണ്. സംസ്ഥാന സർക്കാർ ഫെൻസിങ് പ്രോപ്പറല്ല, കിടങ്ങുകൾ കുഴിച്ചിട്ടില്ല, അതിനൊക്കെ ഫണ്ട് കൊടുത്തിട്ട് അത് വിനിയോഗിക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാവും എന്നാണ് ഞാൻ പറയുന്നത്. ശരി, വന്യജീവി ആക്രമിച്ചാൽ ഉടനെ വെടിവെച്ച് കൊല്ലാം എന്നാണ് താങ്കൾ പറയുന്നത്. അത്രയും സിമ്പിളാണ് ആ നിയമങ്ങൾ എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിൽ അങ്ങിങ്ങ് മലയോര പ്രദേശങ്ങളിൽ പ്രശ്നമേ ഉണ്ടാകില്ലല്ലോ. ആ പ്രശ്നം ഉന്നയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ പരിഹസിക്കുന്ന പോലെയല്ലേ മറുപടി? അല്ല, ഞാൻ സിമ്പിളാണ് ഹമ്പിളാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ എൻ്റെ വായിലേക്ക് ഇടുന്നത്? 2600 പന്നികളെ കേരളത്തിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ ഇല്ലയോ? ആ നടപടിക്രമങ്ങൾ പാലിച്ചാൽ പോരെ? അത് പാലിച്ചിട്ടല്ലേ 2600 പന്നികളെ കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് അടുത്ത കാലത്ത് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് നിയമപ്രകാരം? 72 നിയമത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, അതായത് തർക്കമില്ല. ശരി, ഞാൻ തിരിച്ചെത്താം. ഞാൻ നവാസിലേക്ക് പോകുന്നു. നവാസ്, ഇപ്പോൾ 2-3 കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളുമായി ബന്ധപ്പെട്ട. VV പ്രകാശിൻ്റെ കാര്യത്തിലെ പോസ്റ്റ് ഇട്ട കാര്യം താങ്കൾ പറഞ്ഞു. അത് ശരി, KK ലതിക ഇട്ട പോസ്റ്റിന് CPM നേതാക്കൾ മുഴുവൻ മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അരുൺകുമാർ അതിന് മറുപടി പറയാത്തത്. പക്ഷേ സ്ഥാനാർത്ഥിക്ക് അവിടെ വോട്ട് ചോദിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതാണ് അൻവർ ആവർത്തിച്ച് പറയുന്നത്. അൻവർ ഇന്ന് അവർ വോട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോഴും ആ പഴയ പ്രശ്നം ഒന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതവിടെയുണ്ട്. അല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെ വീട്ടിലും പോവാം, ആരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഒരു പ്രതികരണം വോട്ടെടുപ്പ് കഴിയുമ്പോഴേക്ക് നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ കിട്ടി തുടങ്ങിയോ? അല്ല, അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമാണ്. അല്ല, നന്ദി പറയുകയാണെന്നേ, വിജയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കേണ്ടത്. ഇപ്പം സ്ഥാനാർത്ഥി അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അതാണ് സ്മൃതി പറയുന്നത്.
ഞങ്ങളുടെ ആത്മവിശ്വാസം ഇനിയിപ്പോൾ പത്രസമ്മേളനം നടന്നാലും നടന്നില്ലെങ്കിലും ഇനി മറ്റ് UDF നേതാക്കന്മാർ പത്രക്കാരെ കണ്ടാലും കണ്ടില്ലെങ്കിലും അതിലൊന്ന് വ്യാഖ്യാനത്തിലേക്കൊന്ന് പോകണം. ഞങ്ങളെ സംബന്ധിച്ച് ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകാവുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയം പോലും ഞങ്ങൾക്കങ്ങനെ ചിന്തിക്കേണ്ട ഘട്ടം ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും സ്ഥാനാർത്ഥി നിർണ്ണയം ആദ്യം നിർണ്ണയിച്ചത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ UDF കൺവെൻഷനും ഇടതുപക്ഷത്തിൻ്റെ UDF കൺവെൻഷനും താരതമ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ ശാന്തനായി സംസാരിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ അരുൺകുമാർ, ഞാൻ KK ലതിക ഇട്ടൊരു പോസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇപ്പോൾ ഈ സമയത്തിനകത്ത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കോൺഗ്രസ് VV പ്രകാശിൻ്റെ കുടുംബം, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സ്ഥാനാർത്ഥികൾ അവരുടെ വീട്ടിൽ പോകുന്നു, സ്വാഭാവികമാണ്, എല്ലാവരും വീട്ടിൽ പോവാറുണ്ട്. അതിൽ ചാനലുകളുമായി കൊണ്ടുപോവുക, എന്നിട്ട് അവരുടെ വോട്ട് അവർക്ക് എന്തെങ്കിലും വിമ്മിഷ്ടം കൊണ്ട് വരുത്തി തരും. ഇന്ന് വളരെ കൃത്യമായി VV പ്രകാശിൻ്റെ ഭാര്യയും മകളും വളരെ കൃത്യമായി മുഴുവൻ മാധ്യമങ്ങളെ നിർത്തി പറഞ്ഞില്ലേ, UDF ജയിക്കണം, ഈ സ്ഥാനാർത്ഥി ജയിക്കണം, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങളെ ജയിക്കേണ്ടതുള്ളൂ. ഏതെങ്കിലും ഒരു സംശയം ഉണ്ടായി, ഒരു സംശയം ഞാൻ പറയട്ടെ, ആ കാര്യം അവിടെ കിടന്നോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. സ്മൃതി, ആ കാര്യം അവിടെ കിടന്നോട്ടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയില്ല, അത് ശരിയാണ്, അവിടെ കിടന്നോട്ടെ, എന്താ കുഴപ്പമൊന്നേ? ആ വീട്ടുകാർ തന്നെ പറയാം, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണി, ഞങ്ങൾ തന്നെ ജയിക്കണം. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ശ്രീ KK ലതിക അവർ ധരിച്ച കറുത്ത വസ്ത്രം അത് പ്രതിഷേധമാണ് എന്ന രൂപത്തിലേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടല്ലോ. ഇപ്പോഴും ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഉണ്ട്. ഇന്ന് മകൾ കൃത്യമായി, VV പ്രകാശിൻ്റെ മകൾ കൃത്യമായി പറഞ്ഞില്ലേ, അച്ഛൻ്റെ ഓർമ്മയാണ് ഓരോ തിരഞ്ഞെടുപ്പും ഞങ്ങൾക്ക്. ആ തിരഞ്ഞെടുപ്പിൽ അച്ഛൻ്റെ ഓർമ്മയുടെ വേദനയാണ് ഞങ്ങൾ ഇന്ന് സങ്കടം കാണിക്കാൻ ഞങ്ങൾ ഈ കറുത്ത വസ്ത്രം അതിനെ ധരിച്ചതാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ. ഒരു നിയമസഭാ സാമാജികയായിരുന്ന ഒരാൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പാടുണ്ടോ? പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? മാത്രമല്ല വോട്ട് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരാൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം പ്രചരണം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഇടതുപക്ഷം എത്തിയില്ലേ? ആ ഗതികേടിനെ ന്യായീകരിക്കാൻ കഴിയാതല്ലേ ശ്രീ അരുൺകുമാർ ഇവിടുന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത്? ഞാൻ പറയുന്നത്, നിങ്ങൾ സകലമാന അടവ് ഉപയോഗിച്ചു, എന്നിട്ടും ഇത് അദ്ദേഹം അവസാനം അരുൺകുമാർ പറയാണ്, പിണറായി സത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചു. സ്മൃതി, ഈ ചാനലിൽ ഞാൻ ഇന്നിരിക്കുമ്പോൾ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ സർക്കാരിന്റെ വിലയിരുത്തൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയോ? ആരാ പിറകോട്ട് പോയത്? 8 സമ്മേളനങ്ങൾ LDFന്റെ പ്രചരണ കൺവെൻഷന് തുടക്കം, അങ്ങനെ 9 സമ്മേളനങ്ങളിൽ പ്രസംഗിച്ച പിണറായി വിജയൻ എവിടെയെങ്കിലും ഒരു വാചകം എന്റെ ഭരണകൂടത്തിന്റെ, ഞാൻ 9 വർഷക്കാലം ഈ കേരളം ഭരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ല, വികസന നേട്ടങ്ങൾ അവർ പറയുന്നുണ്ട്, വികസന കോട്ടങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അരുൺകുമാർ ഇവിടെ പറഞ്ഞ പോലെ പിണറായി സത്തെ UDF ഉപേക്ഷിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ കമന്റിനെ ചോദിക്കുന്നത്, അങ്ങനെ ആത്മധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയണ്ടേ, ഇത് എൻ്റെ ഭരണകൂടത്തിന്റെ വിലയിരുത്തലായിരുന്നു എന്ന് പറയാൻ സാക്ഷാൽ പിണറായി വിജയന് കഴിയണ്ടേ? അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ആദ്യാവസാനം വരെ ഈ സർക്കാരിന്റെ ജനവിരുദ്ധയെ ചർച്ച ചെയ്തത്. ഇപ്പൊ ഇദ്ദേഹം വന്നിട്ട് പറയാം പിണറായി സ ഞങ്ങൾ എവിടെയോ ഉപേക്ഷിച്ചു. ഞാൻ പറയുന്ന അരുൺകുമാറിന് വിഷയമില്ലാത്തതിന്റെ ഒരു ദാരിദ്ര്യമാണ് ഈ ചർച്ചയിൽ ഞാൻ കാണുന്നത്. അത് അരുൺകുമാറിന്റെ വ്യക്തിപരമായ പ്രശ്നമല്ല. ഇടതുപക്ഷത്തിന്റെ ഏത് പ്രതിനിധി ചർച്ചയ്ക്ക് വന്നിരുന്നാലും വിഷയദാരിദ്ര്യമുണ്ട്. KK ലതികയുടെ പോസ്റ്റ് അവർ കാണൂല, അവർ VV പ്രകാശിന്റെ മകളുടെ പ്രതികരണം അവർ കേൾക്കൂല, ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിനെതിരെ പറയുന്ന ശബ്ദം അവരുടെ കാതിലെത്തൂല. അവർ പകരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പറച്ചിലുകൾക്ക് പിണറായി സത്തെ ഉപേക്ഷിച്ചോ, പിണറായി സത്തെ ജനങ്ങൾ സ്വീകരിച്ചോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉത്തരം വരും. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം, ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രവർത്തകന്മാരും ഒരു ഘട്ടത്തിലും ആത്മവിശ്വാസം ചോർന്നു പോകുന്ന ഒരു കാര്യവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അപ്പുറത്ത് മൂന്നാമതൊരു സ്ഥാനാർത്ഥിയായി അൻവർ വരുമ്പോഴും വന്നതിന്റെ പേരിലോ അദ്ദേഹം പിടിച്ച വോട്ടിന്റെ പേരിലോ ഞങ്ങൾക്ക് അശേഷം ആശങ്കയില്ല. അത്രയും കോൺഫിഡന്റിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടത്. പോളിംഗ് കഴിഞ്ഞ ശേഷം അൻവറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ഭൂരിപക്ഷം വലുതായേനെ എന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, അത് വേണ്ടി വന്നില്ല എന്ന വിലയിരുത്തലേക്ക് നിങ്ങൾ എത്തിയോ? ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ജയിക്കാൻ ഐക്യ ജനാധിപത്യങ്ങളുടെ വോട്ട് തന്നെ ധാരാളമാണ്, സർക്കാർ വിരുദ്ധ വോട്ടുകൾ തന്നെ ധാരാളമാണ്. ഇനി അൻവറിന് കിട്ടിയ വോട്ടുണ്ടോ? ഇടതുപക്ഷമാണ് വിലയിരുത്തേണ്ടത്. ഈ വോട്ടുകൾ എന്തുകൊണ്ട് അൻവറിന് കിട്ടി, ഞങ്ങളുടെ പെട്ടിയിൽ എന്തുകൊണ്ട് വോട്ട് ചോർന്നു പോയി, അത് അരുൺകുമാറിന്റെ പാർട്ടിയും മറ്റന്നാൾ കഴിഞ്ഞാൽ വിലയിരുത്തേണ്ട കാര്യമാണ്. അതിൽ ഞങ്ങൾ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സുരക്ഷിതമായ ഒരു ലാൻഡിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ പ്രതിഫലിക്കുന്ന പ്രതികരണം അടക്കം ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ എന്നെ സഹായിച്ചവർക്കെല്ലാം നന്ദി പറയുന്ന രൂപത്തിലേക്ക് ആ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു. എന്തിന്റെ സൂചനയായിട്ടാണ് നിങ്ങൾ കാണുന്നത്? താങ്കൾ ചോദിച്ചല്ലോ, ഇത് വോട്ടെണ്ണി വിജയം ഉറപ്പിച്ചതിന് ശേഷം പറയേണ്ട കാര്യങ്ങളാണല്ലോ നേരത്തെ പറയുന്നതെന്ന്. അങ്ങനെ പറയാൻ ഒരു അവസരം അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട്
അദ്ദേഹം ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്ത് ഇന്ന് തന്നെ നന്ദിയൊക്കെ പറഞ്ഞ് സ്ഥലം കൈച്ചലാക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങയുടെ ശ്രദ്ധയപ്പെട്ട് കാണും നമ്മുടെ ശശി തരൂരിന്റെ ഒരു പ്രസ്താവന, ഒരു മിസ്ഡ് കോളെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ആ മണ്ഡലത്തിൽ ഒന്ന് വന്നേനെ എന്ന് പറയുന്നത് വിശ്വപൗരൻ എന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഇവരുടെ പ്രധാനപ്പെട്ട എം പിയാണ്. താങ്കളുടെ ശ്രദ്ധയപ്പെട്ട് കാണും. 2 ദിവസം മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഞാൻ പറഞ്ഞു. അതായത് ആ കേരളത്തിന്റെ ചുമതലയുള്ളവരോട് പോയി ചോദിക്കുക ജയിക്കോ ഇല്ലയോ എന്ന്. സ്ഥാനാർത്ഥിയാണ് ജയിച്ചേക്കും എന്ന് പോലും പറയാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ യുവ MLA ഞങ്ങൾ ഏൽപ്പിച്ചിട്ടല്ല ചെയ്തത്. അവിടെ പ്രചാരണത്തിലും ഉണ്ടായിരുന്നു. നല്ല 20,000 വോട്ടിന് ഭൂരിപക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല സ്മൃതി, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും താങ്കൾ ഇടപെടുന്നു. ഇത് തികച്ചും മര്യാദകേടാണ്. ആ UDFന്റെ പ്രതിനിധി, മുസ്ലിം ലീഗ് പ്രതിനിധി 8 മിനിറ്റ് പറയുമ്പോൾ ഒരു ചോദ്യം പോലും താങ്കൾ ചോദിച്ചില്ല. ഇതാണ് മര്യാദകേട്. പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുന്നത്? നമ്മൾ ചൂടാവുന്നല്ലോ, പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ. ഇത് തികച്ച മര്യാദകേടാണ് താങ്കൾ കാണിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞ വാർത്ത, 3 ദിവസം മുമ്പ് പറഞ്ഞ വാർത്ത ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ സമയത്തും 1-2 ദിവസം 2 പ്രസ്താവനയൊക്കെ നടത്തി അവിടെ നിന്ന് ബോയ്ക്കോട്ട് ചെയ്തു പോയി. ഇപ്പോ മഹാരാഷ്ട്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ്. ഈ സത്യം പറയുമ്പോൾ താങ്കൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? ആ സമയത്ത് മാത്രം എന്താ ഈ ഉപചോദ്യം വരുന്നത്? ആ സമയത്ത് മാത്രം എന്താ ഈ ഒച്ചപ്പാട്? താങ്കൾ ഇങ്ങനെ രോഷം കൊള്ളാൻ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇന്നിപ്പോൾ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന നേതാവ് അവിടെ പോയി ചോദിക്കണം എന്ന് പറയുന്നതായിട്ട് ഇതുവരെ വാർത്തകളിൽ വന്നില്ല. കാരണം ശക്തമായി ഒരുമിച്ച് നിൽക്കുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു അപശബ്ദം വരും. താങ്കൾ പറഞ്ഞ ഒരു അപശബ്ദം വന്നിരിക്കുന്നു ശശി തരൂരിൽ നിന്ന്. അത് സത്യമാണ്. അത് ഞാൻ നവാസിനോട് ചോദിക്കുകയും ചെയ്യാം. ബാക്കി പറഞ്ഞോളൂ. അല്ല താങ്കളുടെ ശ്രദ്ധയിൽ പെടുന്നത് മാത്രമല്ലല്ലോ വാർത്ത. ഇവിടെ മറ്റു മാധ്യമങ്ങളും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉണ്ടല്ലോ. ലൈവായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വാർത്ത വന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് വാർത്തയിൽ എന്ന് പറയല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ VV പ്രകാശിന്റെ ഫാമിലി വോട്ട് ചെയ്യാൻ വരില്ലെന്ന് റിപ്പോർട്ട് ചെയ്തത് താങ്കളും താങ്കളുടെ മാധ്യമവും അല്ലേ? രാവിലെ മുതൽ ആ വാർത്ത ശരിയാണെന്ന് പലരും രാവിലെ മുതൽ തന്നെ നമ്മൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവർ വരുമെന്നുള്ളത്. നമ്മൾ പറയട്ടെ PV അൻവറിന്റെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. വരില്ല എന്ന് അവർ പറയുന്നു എന്നാണ് പറഞ്ഞത്. CPM പറയുന്നു എന്നാണ് പറഞ്ഞത്. വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. അത് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത കേട്ട് പലരും ധരിച്ചിട്ടുണ്ടാകാം. അതനുസരിച്ചിട്ട് അതിനൊക്കെ മറുപടി ഇതൊക്കെ മാധ്യമങ്ങൾ രാവിലെ മുതൽ വാർത്ത സംപ്രേഷണം ചെയ്തതാ. എല്ലാവരും കറുത്ത ഡ്രസ്സ് വന്നതും ഇത് ധീരതയുടെ പര്യായമാണെന്നും അവരുടെ ശരീരഭാഷയും ഇതെല്ലാം കണ്ടാൽ ആളുകൾക്ക് ബോധ്യമാകും. ഇപ്പൊ ഒരു വ്യക്തിയോ കുടുംബമോ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നല്ലല്ലോ പ്രാധാന്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പാകത്തിലുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ അങ്ങ് ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്. ഇതൊക്കെ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും. നന്ദി പറഞ്ഞ് രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടോട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏത് വിവാദം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നേ? OLX-ൽ അന്വേഷിച്ച് നടന്ന് അത് പിൻവലിച്ചതും യുവ MLA അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതും അതിനെ ശകാരിച്ചതും ചെവി പിടിച്ച് നുള്ളിയതും പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഡിഫൻസിലായി മാറിയതും രാത്രി പോസ്റ്റ് ഇട്ട് ചിരിച്ചുല്ലസിക്കുന്ന പോസ്റ്റ് ഒരു കുട്ടി മരിച്ചപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചതിന്റെ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് ആ പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നതും അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസർമാർ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ അതിനെതിരെ വലിയ വിവാദം കൊണ്ടുവന്ന് ലൈവ് അവർ തന്നെ എടുത്ത വീഡിയോ, അതിൽ പറഞ്ഞ വാചകങ്ങൾ, അതിൽ പറഞ്ഞ വെല്ലുവിളി, അതിൽ പറഞ്ഞ ഓരോ വാചകങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഒരൊറ്റ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത് ന്യായീകരിക്കാൻ പുറത്തു വന്നില്ലല്ലോ, രംഗത്തെത്തുന്ന സാഹചര്യം വന്നില്ലല്ലോ. പാർട്ടി സെക്രട്ടറിയുടെ RSSുമായി സഹകരിച്ചു എന്ന പ്രതികരണം പിന്നീട് മുഖ്യമന്ത്രിക്ക് അത് വിശദീകരിക്കേണ്ടി വന്ന സാഹചര്യം അതോ? അതിലേക്ക് വരാം. താങ്കൾ ആദ്യം ഇതും കേക്ക്. ഞാൻ UDFന്റെ ഓരോ പോയിന്റ് പറയുമ്പോഴും താങ്കൾക്ക് ഉപചോദ്യ. എന്നാ പിന്നെ 4 കോൺഗ്രസിന്റെ പ്രതിനിധിയെ വിളിച്ചിരുത്തിയാൽ മതിയല്ലോ. നമ്മളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച നടത്തിയത്. ആ വികസനത്തിന്റെ രാഷ്ട്രീയം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ അദ്ദേഹം ഇല്ലാത്ത തർക്കമുണ്ടെന്ന് വരുത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞോട്ടെ. ഇവിടെ വലിയ ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങ് വെറുതെ ഒച്ചയിടുകയാണ്. പറഞ്ഞോളൂ. വെറുതെ ഒച്ചെടുക്കുമെന്നല്ല, മര്യാദകേടിന്റെ പര്യാദമായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മാറുമ്പോ അത് ചൂണ്ടിക്കാണിക്കും. UDFന്റെ ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആങ്കർ എന്ന രൂപത്തിൽ താങ്കളുടെ ഉപചോദ്യം ചൂണ്ടിക്കാണിക്കും. ഇന്നലെ മുഖ്യമന്ത്രി സമയമെടുത്ത് വിശദീകരിച്ചൊരു കാര്യം ചോദിക്കുമ്പോൾ അത് പറയാം.
എന്റെ ഒരു അസ്വസ്ഥതയില്ല. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് ഒരു അസ്വസ്ഥതയില്ല. UDF പറഞ്ഞതിന്റെയും കോൺഗ്രസ് പറഞ്ഞതിന്റെയും മറുപടിയിലേക്ക് ഞാൻ പോകുമ്പോൾ താങ്കൾക്കാണ് അസ്വസ്ഥത. ആ അസ്വസ്ഥതയുടെ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ എത്ര അസ്വസ്ഥത കാണിച്ചാലും താങ്കളുടെ മുന്നിൽ പരീക്ഷയ്ക്ക് ജയിക്കാനൊന്നുമല്ലല്ലോ ഞാൻ വന്നത്. എന്താണ് വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്? വനം വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ആ മറുപടി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അവിടെ പോയി ആർത്തുല്ലസിച്ച് ചിരിച്ച് പോസ്റ്റ് ഇട്ട് അത് പിൻവലിച്ചു പോകേണ്ടി വന്ന UDFന്റെ സാഹചര്യവും, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞിട്ട് അത് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യവും, അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, സ്ഥിരമായിട്ട് അത് ചെയ്യുന്നയാളാണ് എന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമായതൊന്നും താങ്കളുടെ ശ്രദ്ധയിലേക്ക് എത്തിയില്ല. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വാർത്ത, ഇടതുപക്ഷത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വാർത്തയാണെങ്കിൽ താങ്കൾ പൊലിപ്പിക്കും. അതിൽ താങ്കൾക്ക് ഉപചോദ്യം ഉണ്ടാവില്ല. കാരണം അതങ്ങ് ചർച്ച ചെയ്യട്ടെ. ഇതൊന്നും താങ്കളുടെ മുന്നിൽ പരീക്ഷ ജയിക്കാനല്ല ഞാൻ വന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം തന്നിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രതികരണം പോലും കണ്ടില്ല. അതും കൂടി ഒരു ചോദ്യം ചോദിക്കാമോ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? അതൊക്കെ സമയത്ത് വരും. അല്ല അതൊക്കെ താങ്കളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടി സെക്രട്ടറി പ്രതികരിക്കേണ്ട സമയത്ത് പാർട്ടി സെക്രട്ടറി പ്രതികരിക്കും. തീരുമാനിക്കാൻ താങ്കളൊന്നും ആയിട്ടില്ല. അല്ല ആയിക്കോട്ടെ, എന്നെ വിലയിരുത്തണ്ട. ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, പാർട്ടി സെക്രട്ടറിയെ പറ്റി ചോദിക്കാനായിട്ടില്ല, മുഖ്യമന്ത്രിയെ പറ്റി ചോദിക്കാനായിട്ടില്ല, പിന്നെ ഞാനെന്തിനാണ് ഈ പണിയെടുക്കുന്നത്? ഒന്നും ചോദിക്കാൻ പാടില്ലേ? അല്ല അത് താങ്കൾ സ്വയം ചോദിക്കാൻ പാടില്ലേ? അല്ല താങ്കൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണോ അരുൺകുമാർ? ചോദിച്ചോളൂ. താങ്കൾ എന്തിനാണ് ഈ കൃത്രിമ രോഷം ഉണ്ടാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും രോഷപ്രകടനവും ഇടതുപക്ഷം എഴുതി കാണിക്കുമ്പോ ഇടതുപക്ഷം എഴുതി കാണിക്കുമ്പോഴേക്കും താങ്കൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഈ രോഷത്തിന് മരുന്ന് ഞങ്ങളുടെ അതൊരു മറുപടിയല്ല, മറുപടി ഇല്ലായ്മയായിട്ടേ അത് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. ഞാൻ ഇടവേളയിലേക്ക് പോകും. താങ്കൾക്ക് മറുപടിയില്ല. എനിക്ക് കിട്ടിയ ഒരു കാര്യം, 13,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇപ്പോഴത്തെ അവരുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ശേഷം പറയുന്നതാണ് PV അൻവർ 10,000-ലധികം വോട്ട് പിടിക്കില്ല എന്നും. അതിന് നൽകാവുന്ന മറുപടി എന്താണ്? തിങ്കളാഴ്ച വരെ, ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച വരെ ആർക്കും എന്തും പറഞ്ഞുകൂടെ? ഇതൊക്കെ കണക്കാണോ? ഞങ്ങളിപ്പോഴും പറയണ അതിൽ 10,000-ലധികം വോട്ട് പിടിക്കില്ല, ഞങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ അവിടുത്തെ ഗ്രൗണ്ട്. ഞങ്ങൾ അൻവറും തൃണമൂൽ കോൺഗ്രസും ഇങ്ങനൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലാണല്ലോ ഞങ്ങൾ ഇറങ്ങുന്നത്. അതിലൊരു സംശയം വേണ്ട, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പം തിങ്കളാഴ്ച വരെ എല്ലാവരും പത്രസമ്മേളനം നടത്തും, എല്ലാവരും അഭിനന്ദനം പറയും, എല്ലാവരും ജനങ്ങളോട് ഇത് പറയുക. തിങ്കളാഴ്ച വരെ ഇതൊരു നാടകമായിട്ട് തുടരും. പക്ഷേ തിങ്കളാഴ്ചക്ക് ശേഷം നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവില്ല, നമുക്ക് കാണാൻ സ്മൃതി. പക്ഷെ ഒരു കാര്യം പറയാം, ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ LDF ചർച്ച ചെയ്തത് വികസനമാണെന്നാണ് ഇപ്പോൾ LDFൻ്റെ പ്രതിനിധി പറയുന്നത്. അവിടെ കാര്യമായിട്ട് LDF മുഖ്യമന്ത്രി എല്ലാ സമ്മേളനങ്ങളിലും വന്ന് പ്രസംഗിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. അപ്പോൾ ഇവർ കറക്റ്റ് വർഗീയ രണ്ട് ധ്രുവീകരണങ്ങൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിച്ച് ഒരു ഹിന്ദു പോളറൈസേഷനും അതിനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു RSS സംവിധാനത്തെക്കുറിച്ചുള്ള പുകഴ്ത്തി പറയലും, ഇത് രണ്ടും അവരെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. സ്വരാജ് 3-ാം സ്ഥാനത്തേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഞങ്ങൾ പറയുന്നു അവരുടെ ശക്തി ദുർഗങ്ങളൊക്കെ അടിയൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ചുരുക്കി പറയണം. ഇപ്പോൾ എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്നുള്ളത് RSS വോട്ട് കൂടി CPM-ന് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നുള്ളൊരു പ്രതികരണം കൂടി വന്നിരുന്നു പ്രതിപക്ഷത്തിൽ നിന്നും. അല്ല, വഴിക്കടവ് ആണല്ലോ ഇവിടെ അതിർത്തി. അത് കടന്നവർ രണ്ട് കൂട്ടരും ഒന്നല്ലേ? ഈ 3 സ്ഥാനാർത്ഥികളും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളല്ലേ? തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയാണ്, CPM ഇന്ത്യ മുന്നണിയാണ്, കോൺഗ്രസ് ഇന്ത്യ മുന്നണിയാണ്. എന്നിട്ട് വെറുതെ ഞങ്ങളെ മക്കട്ട് കയറണം. പിന്നെ 77-ലെ ജനതാ പാർട്ടി CPM സഖ്യമാണെങ്കിൽ 77 കഴിഞ്ഞ് 80-ലെത്തിയപ്പോൾ കോൺഗ്രസും ജനതയും സഖ്യമല്ലേ? അന്ന് O രാജഗോപാലിന് വേണ്ടിയല്ലേ കാസർഗോഡ് കൈപ്പത്തിക്കാർ, പെരിങ്കുളത്ത് KG മാരാർക്ക് വേണ്ടിയല്ലേ കൈപ്പത്തിക്കാർ, K കരുണാകരൻ്റെ കൈപ്പത്തിക്കാരും മെനക്കെട്ടത്, പണിയെടുത്തത്, വോട്ട് ചെയ്തത്? എന്തായി പറയുന്നത്? 77-ലും 80-ലും ജനതാ പാർട്ടിയായിട്ട് ഇടതുപക്ഷം സഖ്യം ഉണ്ടാക്കി, കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കി. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അറിയാണ്ട് പിച്ചും പേയും പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ഇവരോട്? ഈ ചരിത്രം ഈ സമയത്ത് പറഞ്ഞതിൻ്റെ ദുരുദ്ദേശമാണ് ചോദിച്ചത്.
അല്ല അതൊക്കെ എന്താ പറയുക, ഈ PDP എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാന്ന് പറഞ്ഞൊരു അബദ്ധം പറഞ്ഞു പോയപ്പം അത് തിരുത്താൻ വേണ്ടി പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ എവിടെ പോയി മുട്ടിയാലും വഴി മുട്ടിയാൽ അപ്പം RSSനെ വലിച്ചഴക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരുടെയും പരിപാടി. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. ശരി, 3 നാൾക്കകം വിധി അറിയാം. പക്ഷേ ഇപ്പോൾ തന്നെ പ്രതികരണങ്ങൾ നേതാക്കളുടേതായി വരുന്നു. എന്തായാലും അവസാന മണിക്കൂറുകളിൽ കണക്കൂട്ടുകൾ, സ്വന്തം രീതിയിലുള്ള കണക്കൂട്ടുകളിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും. വളരെ നന്ദി PK നവാസ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അഡ്വക്കേറ്റ് സഹീദ് റൂമി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.